ശ്യാമളെ ചോറെടുക്ക ആയില്ലേ നിന്റെ അത് ഇതിന്റെ മുകളിൽ രണ്ട് കുറി ഇട്ടിട്ടില്ലേ? അത് കൃഷ്ണൻ അമ്പലത്തില്, ദേവിയുടെ അമ്പലത്തില്. എന്നൊക്കെ പോലെ ചോറ് തോരനുണ്ട്, ചമ്മന്തി ഉണ്ട്, അച്ചാറുണ്ട്. അപ്പൊ മുട്ട വെച്ചിട്ടില്ലേ? മുട്ടയോ? മുട്ട വെച്ചാൽ എന്താ കുഴപ്പം? ഇന്നലെ രാത്രി മുഴുവൻ ഞാൻ എന്താ സത്യനോട് പറഞ്ഞു തന്നത്? ഇറച്ചി മീനും പാടില്ല എന്നല്ലേ? ആ, ഇറച്ചി മീനും മുട്ടയും പാടില്ല. ഈ മുട്ട അല്ലാണ്ട് എങ്ങനെയാ ഞാൻ ഭക്ഷണം കഴിക്കണത്? ഇത് ജീവിതകാലം മുഴുവൻ കഴിക്കണ കാര്യമാണോ ഞാൻ ഈ പറഞ്ഞത്? മലയ്ക്ക് പോയി വരണ വരെ പറ്റില്ല എന്നല്ലേ ഉള്ളൂ. ഇത് ഭയങ്കര കഷ്ടമാണ്, ഇങ്ങനെ ദ്രോഹിക്കാൻ പാടില്ല. എല്ലാ സ്വാമിമാരും ഇങ്ങനെയൊക്കെ തന്നെയാ. നീ ദേഷ്യപ്പെട്ടില്ലെങ്കിൽ ഞാനൊരു കാര്യം പറയട്ടെ. എന്താ? പോയിട്ട് ഒരു വെള്ളം കൊണ്ടെടുത്തിട്ട് വാ. സത്യമായിട്ട് നിങ്ങളൊരു സ്വാമിയല്ലേ? ആ, സ്വാമിയാണ്. സ്വാമിമാര് കറുത്ത മുണ്ട് കൊടുക്കണം. എന്തിന്? ഭക്തി നമ്മുടെ മനസ്സിലല്ലേ? ഭക്തി നിങ്ങളുടെ മനസ്സിലായിരിക്കും, പക്ഷെ മറ്റുള്ളവർ കാണുമ്പോ മലയ്ക്ക് പോവാൻ മാലയിട്ടിരിക്കുന്ന ഒരു സ്വാമിയായിട്ട് മനസ്സിലാവണം മറ്റുള്ളവർക്ക്. നമ്മള് സ്വാമിയാണെന്നുള്ള നാട്ടുകാരെ മുഴുവൻ അറിയിക്കണം. അതിലൊക്കെ വേറെ കാര്യം ഉണ്ട്, ഞാൻ പിന്നെ പറഞ്ഞുതരാം. എടി അതല്ല, ഓഫീസിൽ ആളുകൾ വന്നിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ സാധിച്ചു പോകുമ്പോൾ അവർ സന്തോഷമായിട്ട് എന്തെങ്കിലും തരില്ലേ? ഈ വേഷം കണ്ട ഒരാളും ഒന്നും തരൂല, നമുക്ക് വായിക്കാനും പറ്റില്ല. നിങ്ങളപ്പോ കൈക്കൂലി മേടിക്കാൻ പോവാ ഈ സമയത്ത്? സത്യമായിട്ട് ഇങ്ങനെ ദോഷം ചെയ്ത് കൂട്ടല്ലേ? അല്ലാണ്ട് ശമ്പളം കിട്ടുന്നോണ്ടാ മാത്രമാണ് ഇവിടെ കാര്യങ്ങൾ നടക്കുന്നത്. ഇതേപോലെ ആളുകൾ വന്നിട്ട് അത് വാങ്ങിച്ചോണ്ടാണ്. ആ, അങ്ങനെയുള്ള സന്തോഷം ഇനിയിപ്പോ വേണ്ട. മലയ്ക്ക് പോയി വരുന്നത് വരെ ഇങ്ങനെയുള്ള ഒരു കാര്യം ചെയ്യാൻ ഞാൻ സമ്മതിക്കൂല. മലയ്ക്ക് പോയി വന്നു കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യാന്നാണോ? കണ്ടോ, എന്ത് പറഞ്ഞാലും തലതിരിവാണ്. അല്ല, അങ്ങനെ ചെയ്യുമ്പോ ദൈവത്തിനെ നമ്മൾ പറ്റിക്കല്ലേ? സത്യേട്ടന് അറിയാലോ, എന്റെ അച്ഛൻ ആദ്യമായിട്ട് മലയ്ക്ക് പോയി പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഉണ്ടായത്. അതിനുശേഷം അച്ഛൻ മുടക്കിയിട്ടില്ല മലയ്ക്ക് പോക്ക്. അതുപോലെ ആവണം സത്യേട്ടനും. ഇനി എല്ലാ വർഷവും മലയ്ക്ക് പോകണം. ഞാൻ ഇപ്രാവശ്യം പോയി നോക്കട്ടെ, എന്നിട്ട് നോക്കാം അടുത്ത പ്രാവശ്യം പോട്ടെ. ആ, എനിക്ക് ഉറപ്പാണ് ഈ പ്രാവശ്യം പോയി കഴിയുമ്പോൾ നമുക്കൊരു കുഞ്ഞുണ്ടാവും. ഒന്ന് സന്തോഷായിട്ട് ചെയ്യ്. ആ, സന്തോഷം തന്നെ. സന്തോഷമില്ലായിരുന്നിട്ട് ഞാൻ തലക്കൊന്നും തരും. എന്താ ചെരുപ്പിട്ടാല്? ചെരുപ്പ് ഇടാൻ പാടില്ല സ്വാമിമാര്. ചെരുപ്പ് ഒരു പറഞ്ഞു. എത്ര സ്വാമിമാര് ചെരുപ്പിടുന്നുണ്ടല്ലോ? ഞാൻ കണ്ടിട്ടില്ല സ്വാമിമാര് ചെരുപ്പിടണം. ചെരുപ്പ് എടി കാലില് കല്ലും മുള്ളും കുത്തില്ലേ? കല്ലും മുള്ളും ഒക്കെ സ്വാമിമാർക്ക് മെത്തയാണ് സത്യേട്ടാ. എനിക്ക് മെത്തല്ല. മെത്തയാണ്, ഊരിയിട്. ചെരുപ്പ് ഊരിയിട്ടിട്ട് പോ. എന്തൊരു കഷ്ടാ നോക്കത്. അതെ, നിങ്ങൾക്ക് പ്രാന്താണ് കേട്ടാ. ആയിക്കോട്ടെ. അയ്യോ, നിക്ക് ഒരു കാര്യം മറന്നുപോയി. ഇത് ഉടച്ചിട്ട് പോ. എവിടെ ഉടങ്ങിന്? ഇല്ല, തേങ്ങ ഉടച്ചിട്ട് പോണം. എന്തിനാണ്? സത്യേട്ടൻ ആദ്യമായിട്ടാണ് മലയ്ക്ക് പോകാൻ മാലയിടുന്നത്. നോക്ക്, നാളികേരത്തിന് 10-35 രൂപ വില ഉള്ളതാണ്. ഇത് ശബരിമലയ്ക്ക് പൂവും പഠിക്കാം. വേണ്ട, ഇന്ന് ഇത് പ്രാർത്ഥിച്ച് ഉടച്ചിട്ട് ഇവിടുന്ന് ഇറങ്ങിയാൽ മതി. ഇത് ശബരിമലയ്ക്ക് പൂവും പടച്ചപ്പോ എന്തിനാ ഇപ്പൊ ഉടക്കണത്? അതിനെന്തിനിങ്ങനെ ദേഷ്യപ്പെടുന്നേ? സ്വാമിമാരിങ്ങനെ ദേഷ്യപ്പെടാൻ പാടില്ല. ഞാൻ ദേഷ്യപ്പെട്ടതല്ലോ, കാര്യം പറഞ്ഞതല്ലേ. കണ്ടോ, ഈ ഒച്ച എടുക്കണ എന്തിനാ സത്യേട്ടാ? എല്ലാ വിഘ്നങ്ങളും തീരാൻ വേണ്ടിട്ട് ഇത് ഉടക്കാൻ നീ പറയണേ. ഇത് സന്തോഷായിട്ട് മേടിക്ക്. ആ, സന്തോഷം തന്നെ. കേട്ടോ, ഇത് ആർക്കോ വേണ്ടി ചെയ്യല്ലേ സത്യേട്ടാ. ഇതാ ഞാൻ പറഞ്ഞത്, ചെരുപ്പിടാതെ നടന്ന കല്ല് കുത്തൊന്ന്. ദേഷ്യപ്പെടല്ലേന്ന്. എറിഞ്ഞുടച്ചാ പോരെ? പ്രാർത്ഥിച്ചിട്ട് എറിഞ്ഞുടക്കേ. എന്ത് പ്രാർത്ഥിക്കണം? ഈശ്വര, വിഘ്നങ്ങളൊന്നും വരുത്തല്ലേന്ന് പ്രാർത്ഥിക്കേ. വിശ്വാസം വേണം മനുഷ്യനായിട്ടുണ്ടെങ്കിൽ. എത്ര നേരമായി ഞാൻ പറയണു, എങ്ങനെ പൊട്ടും? നല്ലോണം പ്രാർത്ഥിച്ചിട്ട് ചെയ്യേ. നീ ബാഗ് പിടിച്ചേ. തേങ്ങ കുടിക്കാൻ പോവല്ലേ? ഇങ്ങോട്ട് വെച്ചിട്ട് പ്രാർത്ഥിക്ക്. കൊടുക്കട്ടെ. ഇതെന്തേ കാണിക്കണേ? പെട്ടെന്ന് എനിക്ക് കുട്ടിക്കാലം ഓർമ്മ വന്നു. നമ്മൾ ഉടച്ച നമ്മൾ കഴിക്കോ? എന്താ കഴിക്കാൻ പാടില്ല. പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ? ഓ, എല്ലാം ഓർമ്മയുണ്ട്. ഓഫീസ് വിട്ടാ നേരെ വീട്. ഓർമ്മയുണ്ട്. ദേഷ്യപ്പെടാതെ പോ. ഇല്ല. മറിമായം.